ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ ശങ്കർ. എസ്മിയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം. ആറാം സെമസ്റ്റർ പഠിക്കുന്ന BA ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള കണ്ടംപററി വേൾഡ്, അതുപോലെ തന്നെ മറ്റൊരു സബ്ജക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. 2 സബ്ജക്റ്റുകളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങളിലേക്ക് നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, കാരണം അവരിലേക്കും ഈ ചോദ്യപേപ്പർ എത്തട്ടെ, പരീക്ഷകൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവട്ടെ. നമുക്ക് നോക്കാം. കണ്ടംപററി വേൾഡ് എന്ന സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യം നോക്കുന്നത്. സെക്ഷൻ എയിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരീസ് 1/4 വെയിറ്റേജ്. അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആണ് ഫസ്റ്റ് സെക്ഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബാന്തങ് കോൺഫറൻസ്, 2 ഫോർമേഷൻ ഓഫ് IMF, 3 GATT അഗ്രിമെൻറ്റ്, 4 ലാഹോസ് സുമിറ്റ്. അപ്പോൾ ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ കറക്റ്റ് ചെയ്യുക. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. 5 ജർമ്മനി വാസ് റിയൂണൈറ്റഡ് ഓൺ ഡാഷ്. 6 the first non-alignment conference was held under the presidency of dash. 7 Republic of Vietnam came into being on dash. 8 in 1972 Indian and Pakistan signed an agreement at dash control in Kashmir. Then name the following ആണ്. 9 who was the first president of independent South Africa. 10 who was the Egyptian president who nationalized Suez Canal. 11 the place where the headquarters of North Atlantic Treaty Organization is situated. 12 the place where the 13th conference of NAM was held. Then അടുത്ത സെക്ഷൻ മാച്ച് A with B ആണ്. 2 കോളങ്ങൾ AB. അതിൽ എയിൽ ജർമ്മനി, അതിൽ നേരെ യെൽസിൻ. വിയറ്റ്നാം, അതിൽ നേരെ ടിറ്റോ. റഷ്യ, അതിൽ നേരെ ഹെൽമറ്റ് കോൾ. ദെൻ യുഗോസ്ലേവിയ, അതിൽ നേരെ ഹോച്ചിമിൻ. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് എഴുതെഴുതുക. ഈ സെക്ഷൻ B ആണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. 8 ചോദ്യങ്ങൾ, ഓരോ മാർക്ക് വീതം. 7 യൂഗ്രി റൗണ്ട് ടോസ്. 18 WTO. 19 CDBT. 20 ASEAN. 21 ബെൽഗ്രേഡ് കോൺഫറൻസ്. 22 യാസർ അറഫാത്ത്. 23 പഞ്ചശീൽ. 24 Perestroika and Glasnost. 25 SAARC. 26 123rd Treaty. 27 Gorbachev. 38 11 26 attack. ഇനി സെക്ഷൻ C ആണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 5 ചോദ്യങ്ങൾ, 2 മാർക്ക് വീതം. 29 explain the circumstance leading to the reunification of Germany. 13 analysis the characters of the third world countries. 31 review the problem of Kashmir. 32 critically examine the role of President Gorbachev in the disintegration of USSR. 33 define liberal market economy. 34 trace the aim of the establishment of Arab League. 35 Vietnam War a nightmare to USA discuss. 36 briefly examine the aims and objective of IMF. ഇനി സെക്ഷൻ D ആണ്. ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2 ചോദ്യങ്ങൾ, 4 മാർക്ക് വീതം. 37 റോൾ ഓഫ് ഇന്ത്യ ഇൻ ദ വേൾഡ് അഫയേഴ്സ് ഡിസ്കസ്ഡ്. 38 the new world order presents a scenario of several uncertainties and confusions explained. 39 examine the aim and objective of NAM and its influence on world nation. ഇനി അടുത്ത സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് നോക്കാം. സെക്ഷൻ എയിൽ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരീസ് 1/4 വെയിറ്റേജ്. അത് നെയിം ദ ഫോളോയിങ് ആണ്. ആദ്യം 1 which school of historiography challenged the colonialism of versus nationalism paradigm remained dominant till 1980 in the writings of modern Indian history. 2 the viceroy who corresponded with A.O. Hume regarding the foundation of Indian National Congress. 3 the famous book written by Edward W. Said which made significant contribute in the study in colonialism and societies once under colonial rule. 4 which author who relied on blue books ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നത് ഒഫീഷ്യൽ സീക്രട്ട് ഡോക്യുമെൻ്റ് ഓഫ് ഗവൺമെൻറ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ടു എക്സ്പ്ലെയിൻ ദ ഇൻഹ്യൂമൻ മെത്തേഡ് അഡോപ്റ്റഡ് ബൈ ദ ഒഫീഷ്യൽ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു എക്സ്ട്രാക്ട് റവന്യൂ ഫ്രം ദ പീസൻസ്. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ 5 റോഡ് ഡാഷ് റോഡ് ഹിന്ദ് സ്വരാജ്. ദെൻ 6 ആറാമത്തെ ചോദ്യമാണ്. ആറാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ആറാമത്തെ ചോദ്യം ട്രൈക്കോളർ hoisted dash section of Indian National Congress in 1929. 7 dash founded the Satya Shodak Samaj. 8 Kumaran Ashan was the founder dash of SNDP. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇനി അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആണ്. 9 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. 10 മിൻറ്റോ മോറൽ റിഫോംസ്. 11 ഇന്ത്യൻ അസോസിയേഷൻ. 12 ചൗരി ചോറ ഇൻസിഡൻറ്റ്. ഇനി മാച്ച് A with B ആണ്. എയിൽ 8 ഓഗസ്റ്റ് 1942 അതിൽ നേരെ സുഭാഷ് ചന്ദ്ര ബോസ്.
ദെൻ ഹരിപുര സെക്ഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിന് നേരെ ഡോക്ടർ ബി ആർ അംബേദ്കർ. ദെൻ മഹത് സത്യാഗ്രഹ, അതിന് നേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ദെൻ എസ് എ ഡേറ്റ്, അതിന് നേരെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. സോ ഇവയിൽ കറക്റ്റായിട്ടുള്ളത് ഏതാണോ അത് എടുത്ത് എഴുതുക. സോ ഇനി സെക്ഷൻ ബി ആണ്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 8 ചോദ്യങ്ങൾ, ഓരോ മാർക്ക് വീതം. 17 Meerut conspiracy case. 18 Surat split of Indian National Congress. 19 Vaikam Satyagraha. 20 Khadar Party. 21 Aurobindo Ghosh. 22 Jallianwala Bagh Massacre. 23 No Changes and Pro Changes. 24 Bhagat Singh. 25 Pune Pact. 26 Safety Wall Theory. 27 Motilal Nehru Committee Report. 28 Khilaf Movement. ഇനി സെക്ഷൻ സി ആണ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. 5 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം, 2 മാർക്ക് വീതം. 29 ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫീച്ചർ ഓഫ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. 13 ഡിസ്കസ് ദ ആഫ്റ്റർമാത്ത് ഓഫ് ദ വിഡ്രോവൽ ഓഫ് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്. 31 എക്സ്പ്ലെയിൻ ദ ഐഡിയൽ ഓഫ് ഗാന്ധിജി ഓൺ രാമരാജ്യ. 32 സിറ്റുവേറ്റ് ദ റെവല്യൂഷണറി മൂവ്മെന്റ്സ് ഇൻ ബംഗാൾ വിത്ത് എംഫസൈസ് ടു അനാലിസിസ് സമിതി. 33 ബ്രിങ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ചാമ്പ്യൻ സത്യാഗ്രഹ. 34 examine the first phase of civil disobedience movement. 35 note the contribution of left wing within the Indian National Congress. 36 write a note on All India Kisan Sabha. ഇനി സെക്ഷൻ ഡി ആണ്, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2 ചോദ്യങ്ങൾ, ഓരോ മാർക്ക് വീതം. 37 ഡിസ്കസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കേഴ്സൺ ഇൻ ഡിവൈഡിംഗ് ബംഗാൾ ദാറ്റ് വിൻഡിക്കേറ്റ് ദ ഡിസൈൻ ഓഫ് കൊളോണിയൽ പോളിസി ആൻഡ് അനാലിസിസ് ദ കോൺസിക്വന്റ് ഡെവലപ്മെന്റ്സ് ഇൻ നാഷണൽ പൊളിറ്റിക്സ്. 38 sketch the activities of the major socio-religious reform movement in the second half of the 19th and first decade of 20th century with particular emphasis on Sri Narayana movement. 39 discuss the impact of colonial modernity interested in the social and political life of India during the Raj. So ഇവ ഇത്രയുമാണ് ഈ 2 സബ്ജക്റ്റുകൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. So thank you for watching.